ശ്രീകണ്ഠപുരം നഗരസഭയിലെ കൈതപ്രം വാർഡിൽ UDF വ്യാജ വോട്ട് ചേർത്തു എന്ന LDFന്റെ ആരോപണത്തിൽ മറുപടിയുമായി വാർഡ് കൌൺസിലറും യൂത്ത് കോൺഗ്രസ് നേതാവുമായ വിജിൽ മോഹനൻ എല്ലാ രേഖകളും കൃത്യമായി പരിശോധിച്ച ശേഷം ജോയിന്റ് ഡയറക്ടർ വോട്ട് ചേർക്കുകയാണ് ഉണ്ടായതെന്നും ഉദ്യോഗസ്ഥ വൃന്ദത്തെ വെല്ലുവിളിക്കുന്ന നയമാണ് ആക്ഷേപം ഉന്നയിച്ചവർ സ്വീകരിക്കുന്നതെന്നും കൈതപ്രം വാർഡിൽ പരാജയഭീതി പൂണ്ട CPM ഉയർത്തുന്ന ആരോപണങ്ങളാണ് ഇതെന്നും വിജിൽ മോഹനൻ പറഞ്ഞു. ഏതു കോടതിയിൽ പോയാലും സുപ്രീം കോടതി വരെ പോയാലും നിയമപരമായി നേരിടുമെന്നും അദ്ദേഹം പറഞ്ഞു. ശ്രീകണ്ഠപുരം നഗരസഭയിലെ കൈതപ്രം വാർഡിൽ വ്യാജ വോട്ട് ചേർത്തു UDFന്റെ പ്രവർത്തകർ എന്ന നിലയിൽ ചില ആളുകൾ തെറ്റായ പ്രചരണം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അതിന്റെ യാഥാർത്ഥ്യം പൊതുജനങ്ങൾക്ക് മുമ്പാകെ, മാധ്യമങ്ങൾക്ക് മുമ്പാകെ തുറന്നു കാണിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരമൊരു സംഭാഷണത്തിലേക്ക് കടന്നിരിക്കുന്നത്. ഒന്നാമതായി പറയാനുള്ളത്, ഈ വോട്ട് ചേർത്തു എന്ന് പറയുന്ന രണ്ടുപേർ, നിഷാദ് അലിയും അദ്ദേഹത്തിന്റെ ഭാര്യ സാനിയ ഇക്ബാലും ഈ വാർഡിലെ സ്ഥിര താമസക്കാരായി കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. പശ്ചാത്തലത്തിൽ അവർ കാണിച്ചിരിക്കുന്ന ആ വീട്, അത് വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്ന ഒരു വീടാണ്. വെള്ളപ്പൊക്കം കാലഘട്ടത്തിൽ ആ സമയത്ത് അവർക്ക് അവരുടെ പിഞ്ചു കുഞ്ഞുങ്ങളെ കൊണ്ട് അവിടെ നിൽക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ താൽക്കാലികമായി ആ മഴക്കാലം കഴിയുന്നത് വരെ അവർ താൽക്കാലികമായി മാറി നിന്ന സാഹചര്യത്തിലാണ് ഇവർ വോട്ട് തള്ളാൻ വേണ്ടി അപേക്ഷ കൊടുത്തത്. ഇവിടെ അവരുടെ മാത്രമല്ല, കൈതപ്രം വാർഡിലെ നിരവധിയായ വോട്ടർമാരെ അനാവശ്യമായി വോട്ട് തള്ളുന്നതിന് വേണ്ടി ആക്ഷേപം നൽകുകയും ആ ആക്ഷേപത്തിന്റെ പുറത്ത് വോട്ടർമാർ നേരിട്ട് ഹാജരാകുമ്പോൾ ആക്ഷേപകൻ ഉൾപ്പെടെ ഹാജരാവാത്തൊരവസ്ഥയും ഈ കൈതപ്രം വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. ഈ നിഷാദ് അലിയുടെയും സാനിയ ഇക്ബാലിന്റെയും വോട്ട് ചേർക്കുന്ന സമയത്ത് അവര് ഹാജരാക്കിയിരിക്കുന്ന റെസിഡൻസ് സർട്ടിഫിക്കറ്റ് ആണ് ഞാൻ നിങ്ങളെ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നഗരസഭാ സെക്രട്ടറി അനുവദിച്ചിട്ടുള്ള റെസിഡൻസ് സർട്ടിഫിക്കറ്റ് ആണ്. അന്ന് അവരുടെ മുഴുവൻ പ്രൂഫുകളും മനസ്സിലാക്കി, അവരുടെ റേഷൻ കാർഡ് പരിശോധിച്ച്, അവരുടെ ആധാർ കാർഡ് പരിശോധിച്ച്, മറ്റ് രേഖകളൊക്കെ പരിശോധിച്ച്, വാടക കച്ചിട്ട് ഉൾപ്പെടെയുള്ളത് പരിശോധിച്ചിട്ടാണ് ബഹുമാനപ്പെട്ട മുനിസിപ്പൽ സെക്രട്ടറി ഈ പറയുന്നിരിക്കുന്ന റെസിഡൻസ് സർട്ടിഫിക്കറ്റ്, അവർ കൈതപ്രം വാർഡിലെ സ്ഥിര താമസക്കാരാണ് എന്നുള്ള റെസിഡൻസ് സർട്ടിഫിക്കറ്റ് അനുവദിച്ചിട്ടുള്ളത്. ആ റെസിഡൻസ് സർട്ടിഫിക്കറ്റിന്റെ പശ്ചാത്തലത്തിലാണ് അവരുടെ വോട്ട് ചേർത്തത്. പിന്നെ രണ്ടാമതായി നടന്നിരിക്കുന്നത് പറഞ്ഞാൽ, ഞാൻ ഈ പറഞ്ഞ ഈ കാലഘട്ടത്തിൽ അവര് മാറി നിൽക്കുന്ന സമയത്ത് അവർ വോട്ട് നീക്കം ചെയ്യുന്നതിന് വേണ്ടി അവര് അപേക്ഷ കൊടുത്തു. ആക്ഷേപകൻ ആക്ഷേപം ഉന്നയിച്ചു. അന്ന് ഈ ആക്ഷേപം ഉന്നയിച്ച വ്യക്തി, അദ്ദേഹത്തിന്റെ പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ആ വ്യക്തി അന്ന് നഗരസഭയിൽ ഹാജരായിട്ടുണ്ടായിരുന്നില്ല. ഒരു വോട്ട് ഒരാളുടേത് നീക്കം ചെയ്യാൻ വേണ്ടി ഞാൻ ആക്ഷേപം ഉന്നയിച്ചാൽ ആ വോട്ടറും ആക്ഷേപം ഉന്നയിച്ച ഞാനും നിർബന്ധമായും അവിടെ ഹാജരാവണം. അവിടെ ഈ വ്യക്തി താമസിക്കുന്നില്ല എന്നുള്ളതിന്റെ തെളിവ് ഹാജരാക്കേണ്ടത് ആക്ഷേപകനായ വ്യക്തിയുടെ ഉത്തരവാദിത്തമാണ്. ആക്ഷേപകൻ നേരിട്ട് ഹാജരാവാതിരിക്കുകയും ഈ വോട്ടർ കൃത്യമായ രേഖകളുമായി, ഈ പറഞ്ഞ റെസിഡൻസ് സർട്ടിഫിക്കറ്റും റേഷൻ കാർഡും ആധാർ കാർഡും ഉൾപ്പെടെയുള്ള കൃത്യമായ രേഖകളുമായി അദ്ദേഹം അവിടെ ഹാജരായതിന്റെ അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ട നഗരസഭാ സെക്രട്ടറി ആ വോട്ട് തള്ളില്ല എന്ന് തീരുമാനിച്ചത്. പക്ഷേ അവർ പറഞ്ഞ ഒരു കാര്യമുണ്ട്, അത് നഗരസഭാ സെക്രട്ടറി നീക്കം ചെയ്തു, എന്നിട്ട് പിന്നീട് ഞങ്ങൾ മേൽ കമ്മിറ്റിക്ക് അപ്പീൽ പോയിട്ടാണ് നേടിയെടുത്തതെന്ന്. നഗരസഭാ സെക്രട്ടറി ആ രേഖയുടെ മേൽ അവർ എഴുതിയിരിക്കുന്ന സാധനം നിങ്ങൾക്ക് ഈ കാണിക്കുന്ന ഇവരുടെ രണ്ടുപേരുടെയും ഈ അപ്പീലിന്റെ മുകളിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇതിനകത്ത് നഗരസഭാ സെക്രട്ടറി അദ്ദേഹത്തിന്റെ പച്ചമഷിയിൽ അദ്ദേഹം എഴുതിയിട്ടുള്ളത് വാടക കച്ചിയിട്ട് ഹാജരാക്കി, റേഷൻ കാർഡ് ഹാജരാക്കി, ആധാർ കാർഡ് ഹാജരാക്കി, മേൽ രേഖകളുടെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തിന്റെ വോട്ട് തള്ളാൻ സാധ്യമല്ല എന്നാണ് അദ്ദേഹം എഴുതിയത്. പക്ഷെ അദ്ദേഹം അത് എഴുതിയപ്പോ, അക്സെപ്റ്റഡ് എന്ന് എഴുതിയപ്പോ, ഈ അപേക്ഷ അംഗീകരിക്കുകയാണ് ചെയ്യേണ്ടത് എന്ന് ഒരു ക്ലറിക്കൽ മിസ്റ്റേക്ക് സംഭവിച്ചതിന്റെ പുറത്ത് അവരുടെ വോട്ട് ആദ്യഘട്ടത്തിൽ നീക്കം ചെയ്തു. നഗരസഭാ സെക്രട്ടറി മുമ്പാകെ ഈ പറഞ്ഞ സാധനങ്ങൾ ഹാജരാക്കിയിട്ട് എങ്ങനെ നീക്കം ചെയ്തു എന്ന് ചോദിക്കുമ്പോഴാണ് അവർ പറഞ്ഞത്, അത് അക്സെപ്റ്റഡ് എന്ന് എഴുതിയത് കൊണ്ട് അറിയാതെ പറ്റിയ ഒരു ക്ലറിക്കൽ മിസ്റ്റേക്ക് ആണ്, അത് ഞങ്ങൾ തിരുത്തിക്കൊള്ളാമെന്ന് പറഞ്ഞു. അത് തിരുത്താൻ പിന്നീട് ഒരു അവസരം ഉണ്ടാവുമോ ഇല്ലയോ എന്നറിയാത്തത് കൊണ്ടാണ് ഞങ്ങൾ ബഹുമാനപ്പെട്ട ജോയിന്റ് ഡയറക്ടർക്ക് ഞങ്ങൾ അപ്പീലുമായി പോയത്. ജോയിന്റ് ഡയറക്ടർ എടുത്ത് അപ്പീലുമായി പോയപ്പോൾ ഈ നടപടിയെടുത്ത നഗരസഭാ സെക്രട്ടറിയെ ജോയിന്റ് ഡയറക്ടർ ഹിയറിംഗിന് വിളിച്ചു. ഈ പറഞ്ഞ വോട്ടറെയും ഹിയറിംഗിന് വിളിച്ചു. ഇവർ രണ്ടുപേരുടെയും രേഖകൾ പരിശോധിച്ചു. നഗരസഭാ സെക്രട്ടറിയുടെ കൃത്യമായ മറുപടിയുടെ പുറത്ത്, ക്ലറിക്കൽ മിസ്റ്റേക്ക് ആണ് എന്നുള്ള മറുപടിയുടെ പുറത്ത് അവരുടെ വോട്ട് പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് JD ഉത്തരവിട്ടത്. ജോയിന്റ് ഡയറക്ടർ രാഷ്ട്രീയ പ്രേരിതമായാണ് വോട്ട് ചേർത്തത് എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ഇവിടെയുള്ള CPIMന്റെ നേതാക്കന്മാർ വ്യക്തമാക്കാൻ വേണ്ടി തയ്യാറാവണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഒരു ഉദ്യോഗസ്ഥന്റെ അദ്ദേഹത്തിന്റെ മൊറാലിറ്റിയെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ അനാവശ്യമായ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഈ നാട്ടിലെ നീതിന്യായ വ്യവസ്ഥയെ, ഈ നാട്ടിലെ ഉദ്യോഗസ്ഥ വർഗങ്ങളെ മുഴുവൻ ഒന്നടങ്കം
വെല്ലുവിളിക്കുന്ന ഒരു നിലപാടാണ് ഇവിടുത്തെ CPIM ആളുകൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. പിന്നെ പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ രണ്ട് വോട്ടുകളും നീക്കം ചെയ്യാനുള്ള ഈ രണ്ട് വോട്ടുകളും JD അംഗീകരിച്ച് പട്ടികയിൽ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അവർ രണ്ടാമത്തെ തവണ വീണ്ടും അത് തള്ളുന്നതിന് വേണ്ടി അവര് ആക്ഷേപം കൊടുത്തു. ഇത്തരം നിരന്തരമായി ഈ രണ്ടുപേരെ ഇവർ ആക്രമിക്കാൻ ഇവരെന്താണ് ചെയ്ത തെറ്റ്? ഇവർ കോൺഗ്രസിന്റെ പ്രവർത്തകരാണെന്നുള്ളതോ? നിഷാദ് അലി കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനാണ്, ഈ ബൂത്തിലെ കോൺഗ്രസിന്റെ ഭാരവാഹിയാണ്. അദ്ദേഹത്തിന്റെ വോട്ട് നീക്കം ചെയ്യുന്നതിന് വേണ്ടി മാത്രം അവർ ഇത്രയേറെ ഇനീഷ്യേറ്റീവ് കാണിക്കുന്നത് അത് രാഷ്ട്രീയ പ്രേരിതമാണ്. കൈതപ്രം വാർഡിൽ ഇപ്പൊ ഇങ്ങനെ ഒരു ആരോപണമായി ഇവർ കടന്നു വന്നിരിക്കുന്നത്, കൈതപ്രം വാർഡിൽ കഴിഞ്ഞ തവണ ഞങ്ങൾ നേടിയ വിജയം ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കുമെന്നുള്ള വലിയ പേടി അവരെ അലട്ടുന്നുണ്ട്. അതിന്റെ ഭാഗമായി അവരുണ്ടാക്കിയിരിക്കുന്ന ഒരു എന്താ പറയാ പുകമറയാണ് ഈ വ്യാജ വോട്ട് ആരോപണം എന്നുള്ളത്. ഇത് തെളിയിക്കുന്നതിന് വേണ്ടി അവർ കോടതിയിലോ ഇനി സുപ്രീം കോടതി വരെ പോയാലും ഞങ്ങൾ നിയമപരമായി അതിനെ പോരാടും. അതിൽ നീതി ലഭിക്കുന്നത് വരെ പിന്നെ ഏതെങ്കിലും തരത്തിൽ നീതി ലഭ്യമായിട്ടില്ലെങ്കിൽ അത് ലഭിക്കുന്നതുവരെയുള്ള പോരാട്ടത്തിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം നൽകും. തോൽവി മുന്നിൽ കണ്ടിട്ടുള്ള ഒരു വെപ്രാളമാണ്. അതിനെ കൈതപ്രദ ജനങ്ങൾ അർഹിക്കുന്ന അവജ്ഞയോടുകൂടി തള്ളിക്കളയുമെന്നാണ് പറയാനുള്ളത്. ഞാൻ ഈ സംസാരിച്ച മുഴുവൻ കാര്യങ്ങളും ഡോക്യുമെന്റിന്റെ അടിസ്ഥാനത്തിലാണ്. ആർക്ക് വേണമെങ്കിലും നഗരസഭാ സെക്രട്ടറി മുമ്പാകെയോ അല്ലെങ്കിൽ എന്നോടോ ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഡോക്യുമെന്റുകൾ ഞാൻ തരാം. ഇവരെ ഞാൻ വെല്ലുവിളിക്കുന്നു. ഈ വോട്ടുകൾ നീക്കം ചെയ്യാൻ ഇവർക്ക് ഏത് കോടതിയിൽ പോയാലും സാധിക്കില്ല എന്നുള്ള കാര്യം വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ പറയാൻ ആഗ്രഹിക്കും. നിവിൽ ഫാമിലി അഡ്രസ്സിൽ താമസിക്കുന്ന മാത്യു, ഷാലു മാത്യു തുടങ്ങിയ അവർ 3 പേരുടെ വോട്ടിന്റെ കാര്യമാണ് അവർ പറഞ്ഞത്. അവരുടെ പിന്നെ പെർമനന്റ് അഡ്രസ്സ് എന്ന് പറയുന്നത് നിവിൽ ഫാം ആണ്. അതിൽ ഇത്തവണ അവർ അപ്പീൽ കൊടുത്ത് തള്ളി എന്ന് പറയുന്ന വിജയകരമായി ഞങ്ങൾ അത് തള്ളിക്കളഞ്ഞു എന്നുള്ള ഒരു അവകാശവാദമാണ് CPM ആളുകളോട് ഉന്നയിച്ചത്. അതിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഈ 3 വോട്ട് തള്ളുന്നതിന് വേണ്ടിയിട്ടുള്ള ഹിയറിംഗ് നോട്ടീസ് നഗരസഭയിലെ അന്വേഷണ ഉദ്യോഗസ്ഥനെ സ്വാധീനിച്ച്, CPM അനുഭവം പ്രകടിപ്പിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥനെ സ്വാധീനിച്ച് അത് ഹിയറിംഗ് നോട്ടീസ് അവർക്ക് നൽകാതിരിക്കുകയും അവരുടെ വോട്ട് തള്ളിയ വിവരം തള്ളിയതിനു ശേഷം മാത്രമാണ് അവർ അറിഞ്ഞത് എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. അവർ നഗരസഭാ സെക്രട്ടറി മുമ്പാകെ രണ്ടാമത് പരാതിയുമായി പോയപ്പോൾ സെക്രട്ടറി പറഞ്ഞത് തള്ളിക്കഴിഞ്ഞു, ഇനിയൊരു അവസരമില്ല എന്ന് പറഞ്ഞ് അവരെ കൈയൊഴിയുകയായിരുന്നു നഗരസഭാ സെക്രട്ടറി ചെയ്തത്. പക്ഷെ സത്യസന്ധമായി പറയുകയാണെങ്കിൽ ആ ഹിയറിംഗ് നോട്ടീസ് അവർക്ക് ലഭിക്കുകയോ അല്ലെങ്കിൽ അവരെ ആ ഹിയറിംഗുള്ള വിവരം അറിയിക്കുകയോ അല്ലെങ്കിൽ അവരുടെ വോട്ട് തള്ളാൻ കൊടുത്തിട്ടുണ്ട് എന്നുള്ള ആക്ഷേപം അവരെ അറിയിക്കുകയോ ചെയ്തിട്ടില്ല. അത് നിയമപരമായ തെറ്റാണ്. അതിന് എതിരായി ഞങ്ങൾ കോടതിയിൽ പോവും. ആ കക്ഷികളെയും കൂട്ടി തന്നെ ഞങ്ങൾ കോടതിയിൽ പോവും. അവരുടെ മൗലിക അവകാശങ്ങൾക്ക് നേരെയുള്ള ലംഘനമാണ് അത് നടന്നത്. അവർക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം ഇവർ നിഷേധിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ആ 3 വോട്ടിന് ഹിയറിംഗ് നോട്ടീസ് അവർക്ക് നേരിട്ട് അവർക്ക് കണ്ടെത്താൻ കഴിയില്ലെങ്കിൽ അവർ താമസിക്കുന്ന വീടിന് കൊണ്ടുപോയി പതിപ്പിക്കണമെന്നാണ് നിയമം. അത് അവർ പതിപ്പിച്ചിട്ടില്ല. അവർ നിവിൽ ഫാമിന്റെ ഗേറ്റ് വരെ പോയി തിരിച്ചു വന്നു എന്നുള്ളതാണ് ഒരു മുട്ട ന്യായമാണ് ഇപ്പൊ പറയുന്നത്. അത് ഒരു തരത്തിലും